ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം. ഞാൻ അധികം വീഡിയോ ലെങ്ത് ആക്കിയിട്ടില്ല, കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ, കഴിക്കണതിൻ്റെയും ഉണ്ടാക്കണതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ 20,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതിലുപരി എനിക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ നമ്മളന്ന് നേരിട്ട് കണ്ടു. പുതിയൊരു നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എത്താൻ സാധിച്ച് അതിൻ്റെ കൂടെ ഗ്രൂപ്പ് ആവാനൊക്കെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയണില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ, ഇനിയും നമ്മുടെ പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. $100 നമുക്ക് ആയിട്ടില്ല. എങ്കിലും സബ്സ്ക്രൈബർ മാത്രം ഉണ്ട് കേട്ടോ, 20,000. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഇനിയും മുന്നോട്ട് ഉയരട്ടെ, എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടട്ടെ എന്നാണ്. അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി തുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയിൽ ചട്നി അരച്ചിട്ടുണ്ട്. പിന്നെ റിൻഷിമോൾ ഇടയിൽ കട്ടൻ ചായ വെക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം, പാൽ വിത്ത് ചായ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എണിച്ച കാരണം ചായയൊക്കെ നേരത്തെ വെച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ചില വീഡിയോസൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളുടെ കയ്യിലായിരിക്കും അധികം ഫോൺ ഉണ്ടാവുക. റിൻഷിമോൾ പഠിക്കണ കാരണം അവളായിരിക്കും ഫോൺ എടുക്കുക. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും കിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന സമയത്താണെങ്കിൽ ചാർജും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ട് നമുക്ക് ചില വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ ആകട പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഒരുപാട് ലെങ്ത്ത് കൂട്ടാത്ത നിങ്ങൾക്ക് ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉള്ള കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ദോശയായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് രാവിലെ ഇപ്പോൾ പുറത്ത് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പുറത്ത് രാവിലെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ എന്ത് നാശനക്കാട്ടെയും രാവിലെ കഴിക്കാൻ നല്ലത് ദോശ ഇഡ്ഡലിയൊക്കെയാണല്ലോ. അപ്പോൾ ഞാനിന്ന് കുട്ടികൾ കുറേ ആയിട്ടോ ദോശയൊക്കെ ചുട്ടിട്ട്, അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ അതിലേക്ക് ചട്നി മുളക് ഗാന്ധി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ തേങ്ങ അരച്ച് ചട്നി അരച്ച് താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയുള്ളിയും തക്കാളി, ഇതിൽ കൂടെ കറിവേപ്പിലയും ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ മഴ കാരണം ഇല വലിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ദോശക്ക് ഓയിലും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുളക് ഗാന്ധിയിൽ. അപ്പോൾ ഇത് നല്ല കടുക് പൊട്ടിച്ച ശേഷം നമ്മുടെ വലിയുള്ളിയും തക്കാളിയും ഇങ്ങനെ വണക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പച്ചയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ വേഗം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗാന്ധി തന്നെയാണ്. മുളക് ഗാന്ധി ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. പിന്നെ നമ്മൾ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്, ചോറായി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൻ്റെ അടുക്ക് പോകാൻ നോക്കണ്ട കേട്ടോ, അങ്ങനെ നനഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ അടിച്ച് വാരലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലും ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം 2-3 പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളെ നോക്കണം, അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം പാടെ ഒന്നിച്ച് അരച്ച് വെച്ച് പിന്നെ റിയാസ്ക്കും കുട്ടികളപ്പോൾ ഒന്നിച്ചിരുന്ന് ഇങ്ങോട്ട് കഴിച്ചോളും. അപ്പോൾ റിൻഷിമോൾ ഫാത്തിമക്കുട്ടിക്കും പിച്ച് കൊടുക്കും. പിന്നെ റഹീസ് കുട്ടിയും റെജിക്കുട്ടിയും പിന്നെ ഒറ്റയ്ക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ ഫാത്തിമക്ക് മാത്രം ഞാൻ കൊടുക്കേണ്ടുള്ളൂ. ചില സമയത്ത് വാശി പിടിച്ചാൽ മാത്രം നമ്മുടെ റെജിക്കുട്ടിക്ക് ഞാൻ പിച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ അവൾക്കിപ്പോൾ ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് വാശി പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേനും എല്ലാ പണികളും നേരത്തെ തീർത്ത ശേഷം പിന്നെ അവളെയും കൊണ്ട് അങ്ങനെ ഇരിക്കും. മടിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് കഴിക്കാനൊക്കെ കൊടുക്കും. അവൾക്ക് ഇപ്പോൾ 3.5 വയസ്സായി. ഭയങ്കര വാശിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കളി വിചാരം ഒക്കെ ഉണ്ട്, ഉറക്കം കുറവാണ്. പിന്നെ നമ്മുടെ പാത്തുവിൻ്റെ കാര്യം പറയണം, പാത്തുക്കുട്ടിക്ക് ഇപ്പോൾ ഒത്തിരി ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക്. പിന്നെയും തണുപ്പായ അവൾക്ക് പിന്നെ പനി വരും, ഫിക്സ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടിയുണ്ട്.
ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ 2 നേരം അവൾക്ക് ഫിക്സിൻ്റെ മരുന്നൊക്കെ കൊടുക്കും. പിന്നെ അധികം വെള്ളത്തിലൊന്നും ഇതാവാണ്ട്, പിന്നെ അങ്ങനെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും വെള്ളത്തിൽ നമ്മൾ ഊരിയാടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് മരുന്ന് അധികം കൊടുക്കേണ്ടി വരും കേട്ടോ അവൾക്ക്. പിന്നെ അവൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഹോമിയോൻ്റെ മരുന്ന് ഇങ്ങനെ കൊടുക്കലുണ്ട്. അവൾക്ക് മൂള വളർച്ച വരാനും അവളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമാവാനായി. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക്. എന്തായാലും ഇനി അവളുടെ കാര്യങ്ങളൊക്കെ ഒന്നാവാനാണ് ഞാൻ അള്ളാഹിനോട് 5 നേരം പ്രാർത്ഥിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വർത്തമാനത്തിനിടയിൽ നമ്മുടെ ദോശയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണികളൊക്കെ ഒന്ന് നിവർത്തിയിടണം. പിന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് റെസ്റ്റ് ഇരിക്കാൻ. പിന്നെ ഇതാ ഇപ്പോൾ റിയാസ്ക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെച്ച് കൊടുത്ത് അവരെല്ലാവരും പാടെ ചുറ്റും ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ ഇതാ രാവിലെ അങ്ങനെ നമ്മുടെ ഗാന്ധിയും ദോശയും ചട്നിയൊക്കെ കൂട്ടി നല്ല രാവിലെ കട്ടൻ ചായയും പാൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന് രാവിലത്തെ കുഞ്ഞു വീട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനും ഇതാ അവരൊക്കെ കഴിച്ച് ചുട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ഇനി കഴിക്കട്ടെ എന്ന് വിചാരിച്ചുട്ടോ. അപ്പോൾ എനിക്കും ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട്, എനിക്കും ഷുഗറും തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ഗുളിക നേരത്തിന് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കൂട്ടുകാരെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൽഹംദുലില്ലാ, നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം.